ദൈവത്തിന് സ്തുതി. ഈ കേസുകൾ നടത്തുന്നതിൽ ബലഹീനനായ ഞാനും പങ്കാളിയായിരുന്നു. അതിനകത്തൊരു നിർണായകമായ പങ്ക് വഹിക്കാൻ സാധിച്ചു എന്നതിലുള്ള വളരെയധികം സന്തോഷമുണ്ട്. ഈ പോലീസ് പ്രൊട്ടക്ഷൻ ഓർഡറുകളെല്ലാം ഹൈക്കോടതി റദ്ദാക്കിയിരിക്കുകയാണ്. മാത്രവുമല്ല, ഇത്തരം റിലീജിയസ് സെൻസിറ്റീവ് ഇഷ്യൂസിൽ ഗവൺമെൻറ് വളരെ നിഷ്പക്ഷമായ സമീപനമാണ് കൈക്കൊള്ളേണ്ടതെങ്കിലും ഒരു പൊതുസമൂഹത്തിലെ ഒരു വിഷയം എന്ന നിലയിൽ ഇതിൽ ഗൗരവമായി കണ്ട് കൺസീലിയേഷൻ, മീഡിയേഷൻ, ഈവൻ ഒരു നിയമനിർമ്മാണം വരെ ചെയ്യേണ്ടതായ ഉത്തരവാദിത്വം സ്റ്റേറ്റ് ഗവൺമെൻറ്റിനുണ്ട് എന്നുള്ള ഒബ്സർവേഷനോട് കൂടിയാണ് ഈ കേസിൻ്റെ വിധി ബഹുമാനപ്പെട്ട കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് അവസാനിപ്പിച്ചിട്ടുള്ളത്. ഇത്തരം സാഹചര്യത്തിൽ നമ്മുടെ സഭയ്ക്ക് അനുകൂലവും നീതിയുക്തവുമായ ഒരു നടപടികളും തീരുമാനങ്ങളും എല്ലാ ഭാഗത്തു നിന്നും ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇതിൻ്റെ ഭാഗമാകുവാൻ സാധിച്ചതിലുള്ള സന്തോഷവും ദൈവത്തോടുള്ള നന്ദിയും അറിയിക്കുന്നു. ഇന്നത്തെ ഈ കോടതി വിധി അത് സത്യത്തിനുണ്ടായ വിജയമാണ്. അനേകരുടെ കണ്ണുനീരോടുകൂടിയുള്ള പ്രാർത്ഥനയാണ് ഇതിന് അടിസ്ഥാനമായി തീർന്നിരിക്കുന്നതെന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു. അപ്പോൾ തന്നെ ഇതിൻ്റെ പുറകിൽ പ്രവർത്തിച്ച അഭിഭാഷകരായിട്ടുള്ളവര്, പള്ളിയുടെ ചുമതലക്കാര്, സഭയുടെ ഉത്തരവാദിത്തപ്പെട്ടവര് ആരെയും നമുക്ക് വിസ്മരിക്കുവാനായിട്ട് സാധിക്കില്ല. നമുക്ക് പരിശുദ്ധ സഭയ്ക്ക് ലഭിച്ചതായ ഈ വലിയ അനുഗ്രഹത്തിന്, വലിയ ആശ്വാസത്തിന് കൂടുതൽ വിനയപ്പെട്ട് ദൈവത്തിൽ എല്ലാം സമർപ്പിക്കാം. സിവിൽ കോർട്ടിൽ കാണിക്കാൻ അവർക്ക് മതിയായ പ്രൂഫുകൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഉള്ള പള്ളികളും കൂടെ പോയി കിട്ടും. ഒരു വലിയ പോയിന്റാണത്. അവർക്ക് സിവിൽ കോർട്ടിൽ തന്നെ പള്ളികളിലെ അധികാരം കാണിക്കാൻ പറ്റുന്ന പ്രൂഫും കാര്യങ്ങളൊന്നും അറിയില്ല. അതുകൊണ്ട് മാത്രമാണ് ഇതൊന്നും പോകാതെ നിൽക്കുന്നത്. സിവിൽ കോർട്ടിൽ അവന് പറ്റിയ പ്രൂഫുകൾ കാണിച്ച് ആ രീതിയിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പള്ളികൾ പോകും. പിന്നെ പോലീസ് ഏറ്റെടുക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണെങ്കിൽ, അത് ലോ ആൻഡ് ഓർഡർ പ്രശ്നം ഉണ്ടായാൽ അതും അങ്ങനെ പള്ളി പൂട്ടി പോലീസിന്റെ കസ്റ്റഡിയിലേക്കും പോകും. ഈ രണ്ട് കാര്യങ്ങൾ അറിഞ്ഞു വെച്ചുകൊണ്ട് വേണം ഇനിയുള്ള പ്രവർത്തനങ്ങൾ മുമ്പോട്ട് പോകാൻ. 6-7 വർഷം മുമ്പ് ഒരു സ്വത്ത് തർക്കത്തിൽ ഇടപെട്ട ഒരു DYSPയെ കേരള ഹൈക്കോടതി വിളിച്ചു വരുത്തി ശാസിച്ചിട്ടുണ്ട്. ഇന്നത്തെ ഈ കോടതി വിധി അത് സത്യത്തിനുണ്ടായ വിജയമാണ്. അനേകരുടെ കണ്ണുനീരോടുകൂടിയുള്ള പ്രാർത്ഥനയാണ് ഇതിന് അടിസ്ഥാനമായി തീർന്നിരിക്കുന്നതെന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു. അപ്പോൾ തന്നെ ഇതിൻ്റെ പുറകിൽ പ്രവർത്തിച്ച അഭിഭാഷകരായിട്ടുള്ളവര്, പള്ളിയുടെ ചുമതലക്കാര്, സഭയുടെ ഉത്തരവാദിത്തപ്പെട്ടവര് ആരെയും നമുക്ക് വിസ്മരിക്കുവാനായിട്ട് സാധിക്കില്ല. നമുക്ക് പരിശുദ്ധ സഭയ്ക്ക് ലഭിച്ചതായ ഈ വലിയ അനുഗ്രഹത്തിന്, വലിയ ആശ്വാസത്തിന് കൂടുതൽ വിനയപ്പെട്ട് ദൈവത്തിൽ എല്ലാം സമർപ്പിക്കാം.